IOQM 2025 സൊല്യൂഷൻസ് ഉത്തരങ്ങൾ മലയാളത്തിൽ വിശദീകരിക്കും. If 60% of a number x is 40, then what is the x percent of 60? Give a hypothetical value to x. If x is 80, 60% of 80 is 80 into 60 divided by 100, that is 48. If we take 80% of 60, 80 divided by 100 into 60, that is 48. Then we can come to the conclusion that x percent of y is equal to y percent of x. Therefore, 60% of x is equal to x percent of 60, that is 40. എക്സ് എന്ന ഒരു സംഖ്യയുടെ 60% 40 ആണെങ്കിൽ 60-ന്റെ എക്സ് ശതമാനം എത്രയായിരിക്കും? തൽക്കാലം എക്സിന്റെ വാല്യൂ 80 ആണെന്ന് കരുതുക. 80-ന്റെ 60% എന്ന് പറയുന്നത് 80 ഗുണം 60 ഭാഗം 100 സമം 48 ആണ്. ഇനി 60-ന്റെ 80% എടുത്താലോ? 60 ഗുണം 80 ഭാഗം 100 സമം 48. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വൈയുടെ എക്സ് ശതമാനവും എക്സിന്റെ വൈ ശതമാനവും തുല്യമായിരിക്കും. അതുകൊണ്ട് എക്സിന്റെ 60% എന്ന് പറയുന്നത് ഇവിടെ എക്സ് 60-ന്റെ എക്സ് ശതമാനത്തോട് തുല്യമായിരിക്കും, അതായത് 40 ആയിരിക്കും. Find the number of positive integers n less than or equal to 100 which are divisible by 3 but are not divisible by 2. The meaning of this question is to find out the number of multiples of 3 that are not multiples of 6. The largest two-digit multiple of 3 is 99. Divide it by 3. There are 33 multiples of 3 less than 100. The largest two-digit number divisible by 2 is 96. Divide it by 6. The answer is 16. Now subtract it from 33. Answer is 17. 100-ൽ താഴെയുള്ള മൂന്നിൻ്റെ ഗുണിതങ്ങൾ കണ്ടെത്തുക. അവയിൽ നിന്ന് 2ന്റെ ഗുണിതങ്ങളായവ കുറയ്ക്കുക. അതായത് 3ന്റെ ഗുണിതങ്ങൾ ആയിരിക്കുകയും എന്നാൽ 2ന്റെ ഗുണിതങ്ങൾ അല്ലാതിരിക്കുകയും ചെയ്യുന്ന 100-ൽ താഴെയുള്ള സംഖ്യകളുടെ എണ്ണം കാണുക. അതിൻ്റെ അർത്ഥം 1-നും 100-നും ഇടയ്ക്കുള്ള 3ന്റെ ഗുണിതങ്ങളിൽ ഒറ്റ സംഖ്യകൾ എത്രയാണെന്ന് കണ്ടെത്തുക. 100-ൽ താഴെയുള്ള ഏറ്റവും വലിയ 3ന്റെ ഗുണിതം 99 ആണ്. അതിനെ 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 33 സംഖ്യകൾ ഉണ്ടെന്ന് കാണാം. 100-ൽ താഴെയുള്ള 6ന്റെ ഗുണിതങ്ങൾ, അതായത് 3ന്റെയും 2ന്റെയും ഗുണിതങ്ങളായിട്ടുള്ളവ ഏറ്റവും വലുത് 96 ആണ്. അതിനെ 6 കൊണ്ട് ഭാഗിച്ചാൽ 16 എന്ന് കിട്ടും. 16 33-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 17 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. Question number 3. The area of an integer-sided rectangle is 20. What is the minimum possible value of its perimeter? The factors of 20 are 2, 4, 5 and 10, excluding 1 and 20. The possible integer measurements of a rectangle with area 20 are 2, 10 and 4, 5. The lowest is 4, 5, which gives a perimeter of 18, and the highest is 2, 10, which gives a perimeter of 24. പൂർണ്ണസംഖ്യകൾ അളവുകളായി വരുന്ന
ഒരു ദീർഘചതുരത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് 20 ആണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ പെരിമീറ്ററിൽ ഏതൊക്കെ അളവുകൾ വരാം എന്നാണ് ചോദ്യം. 20ന്റെ ഘടകങ്ങൾ 1നെയും 20നെയും കൂടാതെ 2, 4, 5, 10 എന്നിവയാണ്. അതിനാൽ സാധ്യതയുള്ള അളവുകൾ 2, 10, 4, 5 എന്നിവയാണ്. ഏറ്റവും കുറഞ്ഞത് 4, 5. അതിൽ നമുക്ക് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ആയിട്ട് കിട്ടുന്നത് 18 ആയിരിക്കും. ഏറ്റവും കൂടിയത് 2, 10 ആയിരിക്കും. കാരണം അതിന് ചുറ്റളവ് കിട്ടുന്നത് 24 ആയിരിക്കും. അതുകൊണ്ട് ഉത്തരം 4, 5 എന്നാണ്. Question number 4. How many isosceles integer-sided triangles are there with perimeter 23? An isosceles triangle has two sides of equal length. Let the lengths of the sides be A and C, where A and C are positive integers. The perimeter is the sum of the side lengths. To form a triangle, the length of two sides should be greater than the third one. If A is equal to 6, then C is 23 minus 2 into 6, that is 11. Sides are 6, 6 and 11. If A is 7, C is equal to 23 minus 2 into 7, that is 9. Sides are 7, 7 and 9. If A is equal to 8, C is equal to 23 minus 2 into 8. Answer is 7. Sides are 8, 8 and 7. If A is equal to 9, then C is equal to 23 minus 2 into 9, that is 5. Measurements are 9, 9 and 5. If A is equal to 10, then C is equal to 23 minus 2 into 10, that is 3. Measurements are 10, 10 and 3. If A is equal to 11, then C is equal to 23 minus 2 into 11, that is 1. Measurements are 11, 11 and 1. Hence, there are 6 possible integer triangles with this perimeter 23. നാലാമത്തെ ചോദ്യം. എത്ര സമപാർശ്വ ത്രികോണങ്ങളാണ് 23 ചുറ്റളവായിട്ടുള്ള ഒരു ത്രികോണത്തിന് ഉണ്ടാകാൻ കഴിയുക? ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യ നീളമായിരിക്കും. ഇവിടെ ഒരേ അളവുകളുള്ള വശങ്ങളെ എ എന്ന് തന്നെയും മൂന്നാമത്തെ വശത്തെ സി എന്നും നമുക്ക് സൂചിപ്പിക്കാം. ഇവിടെ എയും സിയും പൂർണ്ണസംഖ്യകളായിരിക്കും. അതിൻ്റെ ചുറ്റളവ് 3 വശങ്ങളുടെ തുകയായിരിക്കും. ഒരു ത്രികോണം ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും 2 വശങ്ങൾ മൂന്നാമത്തേതിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് 2 വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് എ 6 ആണെങ്കിൽ നമുക്ക് സി കിട്ടുന്നത് 23 ന്യൂനം 2 ഗുണം 6 12 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 11 ആയിരിക്കും. അപ്പോൾ അളവുകൾ 6, 6, 11 എന്നായിരിക്കും.
ഇനി എയുടെ നീളം 7 ആണെങ്കിലോ 23 നിന്ന് 2 പ്രാവശ്യം 7 കുറയ്ക്കുമ്പോൾ 9 എന്ന് കിട്ടും. അതായത് വശങ്ങളുടെ അളവുകൾ 7, 7, 9. 8 ആണെങ്കിലോ 2 ഗുണം 8 23 കുറയ്ക്കണം, അത് അപ്പോൾ 7 കിട്ടും. വശങ്ങൾ 8, 8, 7. ഇനി 9 ആണെങ്കിലോ 23 നിന്ന് 2 ഗുണം 9 കുറയ്ക്കണം, 18 കുറയ്ക്കുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ അളവുകൾ 9, 9, 5. ഇനി 10 ആണെങ്കിൽ 23 നിന്ന് 2 10 20 കുറയ്ക്കുമ്പോൾ മൂന്നാമത്തെ അളവ് 3 എന്ന് കിട്ടുന്നു. വശങ്ങൾ 10, 10, 3. ഇനി 11 ആണെങ്കിലോ 11, 11. ഇപ്പോൾ 22 23 കുറയ്ക്കുമ്പോൾ മൂന്നാമത്തെ അളവ് 1 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 6 എന്നാണ്. 6 ത്രികോണങ്ങളാണ് നമുക്ക് നിർമ്മിക്കാൻ കഴിയുക. Question number 5. How many 3-digit numbers ABC in base 10 are there with C is equal to A plus B with A is not equal to 0? The digits of the number are represented as A, the first digit, where A belongs to numbers 1 to 9. B, the second digits, where B belongs 0 and number 1 to 9. C, the digit where C belongs to is 0 to 9. The main condition is C is equal to A plus B, since C must be a single digit. The sum A plus B must also be a single digit. This means A plus B is less than or equal to 9. We need to find the number of the pairs AB and that satisfy these conditions. The value of C then uniquely determined by these pairs. താഴെ പറയുന്ന നിബന്ധനകളോടെ 3 അക്ക സംഖ്യ എത്ര എണ്ണം നിർമ്മിക്കാം എന്നാണ് ചോദ്യം. നിബന്ധനകൾ ഇതാണ്. എ, ബി, സി എന്നിവ സംഖ്യയിലെ 3 അക്കങ്ങളെ സൂചിപ്പിക്കുന്നു. അതിലെ എ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളാകാം, ബി 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളാകാം, സിയും 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളാകാം. പക്ഷേ പ്രധാന നിബന്ധന ഇതാണ്: സി എപ്പോഴും എയോട് ബി കൂട്ടുന്നതായിരിക്കണം. എ ഒരിക്കലും 0 ആകാൻ പാടില്ല. അതായത് സി എന്ന് പറയുന്നത് 9 അതിൽ കുറഞ്ഞതോ ആയ സംഖ്യ അക്കം ആയിരിക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 അക്കങ്ങൾക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. എ, ബി. 101 മുതൽ 999 വരെയുള്ള സംഖ്യകളിൽ 100ന്റെയും 10ന്റെയും സ്ഥാനം കൂട്ടിയാൽ ഒറ്റയുടെ സ്ഥാനം കിട്ടുന്ന സംഖ്യകൾ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Let us check the possible values for B for each value of A. If A is 1, then B can be any digit from 0 to 8, because 1 plus 8 is 9. This gives 9 options for B from 0 to 8. If A is equal to 2, then B can be any digit from 0 to 7, because 2 plus 7 is equal to 9. This gives 8 options for B from 0 to 7. If A is equal to 3, then B can be any digit from 0 to 6,
because 3 plus 6 is equal to 9. This gives 7 options for B from 0 to 6. If A is equal to 4, then B can be any digit from 0 to 5 because 4 plus 5 is 9. There are 6 options from 0 to 5. നമ്മൾ സാധ്യതയുള്ള എല്ലാ സംഖ്യകളുടെയും ലിസ്റ്റ് എടുക്കാം. ആദ്യം എ 1 ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് 0 മുതൽ 8 വരെ 0 മുതൽ 8 വരെയുള്ള സംഖ്യകൾ ബിയുടെ സ്ഥാനത്ത് വരാം. അപ്പോൾ 0 മുതൽ 8 വരെയുള്ള 9 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇഫ് എ ഈസ് ഈക്വൽ ടു 2, എ 2 ആണെങ്കിൽ ബി 0 മുതൽ 7 വരെയുള്ള ഏത് സംഖ്യകളുമാകാം. അതായത് 2, 7, 9 ആണ്. അതുകൊണ്ട് 0 മുതൽ 8 വരെയുള്ള ഏത് ഓപ്ഷൻസും ബിക്ക് വരാം. ഇനി എ 3 ആണെന്നിരിക്കട്ടെ, ബി എവിടെ വരെ ഓപ്ഷൻ ഉണ്ട്? 0 മുതൽ 6 വരെ, 0 മുതൽ 6 വരെ, അങ്ങനെ 9 ഓപ്ഷൻസ് ഉണ്ട്. ഇനി 4 ആണെന്നിരിക്കട്ടെ, 4 ആണെങ്കിൽ 0 മുതൽ 5 വരെയുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ 6 ഓപ്ഷൻസ് നമുക്ക് കിട്ടും. If A is equal to 5, then B can be any digit from 0 to 4 because 5 plus 4 is 9. This gives 5 options for B. If A is 6, then B can be any digit from 0 to 3 because 6 plus 3 is 9. This gives 4 options for B. If A is equal to 7, then B can be any digit from 0 to 2 because 7 plus 2 is equal to 9. This gives 3 options for B. If A is equal to 8, then B can be any digit from 0 to 1 because 8 plus 1 is 9. This gives 2 options for B. If A is equal to 9, then B can be only 0 because 9 plus 0 is 9. Gives only one option for B. അതായത് എ 6 ആണെന്നിരിക്കട്ടെ, നമുക്ക് ബിക്ക് 0 മുതൽ 4 വരെയുള്ള ഏത് സംഖ്യകളും ഉപയോഗിക്കാം. എന്തെന്ന് വെച്ചാൽ 5ഉം 4ഉം 9 ആണ്. അതുകൊണ്ട് 0 മുതൽ 4 വരെയുള്ള 5 ഓപ്ഷൻസ് ആണ് നമുക്ക് 5നോടൊപ്പം ചേർക്കാനാകും. ഇനി 6നോടൊപ്പം ചേർക്കാനാണെങ്കിലോ 0 മുതൽ 3 വരെയുള്ള അക്കങ്ങൾ, അതായത് 6, 3, 9 ആയതുകൊണ്ട് 0 മുതൽ 3 വരെയുള്ള 4 അക്കങ്ങളാണ് നമ്മൾ 6നോടൊപ്പം ചേർക്കാനാകും. ഇനി എ 7 ആണെന്നിരിക്കട്ടെ, 0 മുതൽ 2 വരെയുള്ള അക്കങ്ങളെ ചേർക്കാനാവും. എന്തെന്നാൽ 7ഉം 2ഉം 9 ആണ്. 8 ആണെങ്കിൽ 0യും 1ഉം മാത്രമേ ചേർക്കാനാവൂ. കാരണം 8ഉം 1ഉം 9 ആണ്. 9 ആണെങ്കിൽ 0 അല്ലാതെ മറ്റൊന്നും ചേർക്കാനാവില്ല. കാരണം 9 എന്ന ഒറ്റ അക്കം കൊണ്ട് തന്നെ സിയുടെ സ്ഥാനം പൂർണ്ണമാകും. 45 സംഖ്യകളിലാണ് 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ കൂട്ടിയാൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ കിട്ടുന്നത് എന്ന് കാണാം. അതായത് നമുക്ക് കിട്ടിയ ചോദ്യത്തിന്റെ ഉത്തരം 45. മറ്റു ചോദ്യങ്ങളുടെ ഉത്തരവും ഉടൻ തന്നെ അടുത്ത വീഡിയോകളായി പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.